ചൂടാറിയാലും 10 മിനിറ്റ് ഉള്ളൂട്ടാ. ചൂട് കാണാൻ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ചേച്ചി ഇവിടെ അപ്പൊ നമ്മൾ തന്നിട്ടുള്ളത് ചിക്കിങ്ങിലാണ്. ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആണ്. നമ്മൾ 2 സബ്സ്ക്രൈബേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചിക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുന്ന ആളുടെ പൈസ ഞാൻ കൊടുക്കും, അല്ലാത്ത ആൾ സ്വന്തമായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കമോൺ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇതാണ് നമ്മുടെ 2 കണ്ടസ്റ്റൻസ്. അപ്പൊ നമ്മുടെ അതിനകത്ത് വന്നിട്ടുള്ള ഫസ്റ്റ് ജിമ്മൻ ആര്യ, ജിമ്മിലൊക്കെ പോയിട്ട് കുറെ ഫുഡ് അടിക്കുന്ന ആര്യ. അടുത്തത് റിൻഷി. ആരാണ് നമുക്ക് ജയിക്കണം നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കാത്തിരുന്നാണ്, വെയിറ്റിംഗ് ആണ്. ഇപ്പോ നമ്മളൊരു 4 പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് കഴിച്ചു തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ റിൻഷി എന്ന് പറഞ്ഞ എന്താണ്, റിൻഷി ജയിക്കുവോ? എത്ര പീസ് കഴിക്കുന്നതാണ് റിൻഷി പറയണത്? മിനിമം ഒരു 3 പീസ്. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. 3 പീസോ? അപ്പൊ ആര്യ എത്ര കഴിക്കുന്ന ആര്യ പറയണത്? മിനിമം ഒരു ബാക്കിയുള്ള പീസ്. ഓക്കെ ഗൈസ്, അത് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം, ചിക്കൻ വരെ വെയിറ്റ് ചെയ്യാട്ടാ ഗൈസ്. അപ്പൊ നമ്മുടെ ചലഞ്ച് തുടങ്ങാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ചിക്കനായിട്ട് ഇപ്പൊ ചേച്ചി വരും. അതിനുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. 10 മിനിറ്റ് ആണ് നമ്മുടെ ടൈം. 10 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളാണ് ജയിക്കാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വെയിറ്റ് ചെയ്ത് കുറെ നേരം വെയിറ്റ് ചെയ്ത് കണ്ടിട്ട് ഞങ്ങൾ 1 മണിക്കൂർ അവിടെ വന്നിട്ട് കൊതി വിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥ. അപ്പൊ ഇപ്പൊ കുറച്ചേരത്തെ പറഞ്ഞ എല്ലാം മാറ്റുണ്ടോ? എത്ര എണ്ണം കഴിക്കും? കുറച്ചേരത്തെ എത്ര പൈസ പറഞ്ഞു? ബാക്കിയുള്ളൊക്കെ ഞാൻ പക്ഷേ 10 മിനിറ്റ് ടൈം ഉള്ളൂട്ടാ. 10 മിനിറ്റിനുള്ളിൽ കഴിക്കണം. ചേച്ചി ഇവിടെ പറഞ്ഞിട്ടില്ല. തുടങ്ങിയാലോ ഗൈസ്. അപ്പൊ ആദ്യം 3 പീസ് കേട്ട് സ്റ്റാർട്ട് ചെയ്യണേ. റിൻഷി, ആര്യ, മോളെ. അപ്പൊ അവര് കാര്യം ചോദിക്കട്ടെ, സ്റ്റാർട്ട് ചെയ്താലോ? ടൈമർ. അടുത്ത ബണ്ണ് വരണ്ട കേട്ടോ. ബണ്ണം കഴിക്കണോട്ടോ അതിന്റെ ഒപ്പം. ബണ്ണെന്താ വരാതെ? എവിടെ ടൈമർ ഓണാക്കി? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഏതൊന്നുണ്ടാ? 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് ആണ് ടൈം. ഓക്കെ, ആരാധന അതിന് കഴിയാ. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത് വരുന്നുണ്ട്. കഴിക്കി. ചൂടുണ്ടാ? ചൂടാറിയാലും 10 മിനിറ്റ് ഉള്ളൂട്ടാ. ചൂട് കാണാൻ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെ ഇപ്പൊ ചൂട് ഒന്നിനും പറ്റണില്ല. എന്തോ പ്ലാൻ ചെയ്ത് കഴിക്കാനുള്ള, ചൂട് കുറയ്ക്കാനായിട്ട് എന്തോ പ്ലാൻ ചെയ്ത് കഴിക്കാനുള്ള നേരെടുക്കാണ്. ഭക്ഷണില്ല. പെപ്സി ആണോ? പെപ്സി. അടിച്ച് പറക്കി അതിന്താണ് തളർന്നാണ്.
ആര്യ മൂന്നാമത്തെ പീസാണ് ഗൈസ്. മൂന്നാമത്തെ പീസാണ് ആര്യ കഴിച്ചിരിക്കുന്നത്. അപ്പോ ഇറങ്ങണില്ലാന്ന്. ഓക്കെ, ഒരു ട്രാൻസ്ലേറ്റർ എത്രാമത്തെ പീസാണ് റിൻഷി? എണ്ണം പറഞ്ഞേ. 4ാമത്താ. സമയം 6 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിന് മുമ്പ് 4 പീസ് കഴിച്ച് റിൻഷി. ആര്യ 3ാമത്തെ പീസാണ്. 3ാമത്തെ പീസ് എനിക്കിട്ടില്ല. ആര്യ കുറെ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മിനിറ്റ്. ഓക്കെ, 4 മിനിറ്റില് റിൻഷിനെ വെട്ടിക്കാനായിട്ട് ആര്യ 2 പീസ് കൂടി കഴിക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഏകദേശം ടൈം കഴിയാറായിട്ടുണ്ട്. ടൈം 30 സെക്കൻഡും കൂടെ ഉള്ളൂ. ഇപ്പൊ അതേ റിൻഷി 5 പീസ് തന്നിട്ട് റിൻഷി ഇരിക്കണമെങ്കിൽ 10 മിനിറ്റിൽ 5 പീസ് KFC അല്ല ബ്രോസ്റ്റഡ് ചിക്കൻ ആയില്ലേ. ഓക്കെ, ആര്യ എന്റെ പീസും ചൂട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. മനസ്സിലായോ? ബാക്കി പീസുകളൊക്കെ കഴിക്കാൻ പറ്റാതെ നമ്മുടെ ടൈം ഏകദേശം എൻഡ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റിൻഷിയാണ് ഇന്നത്തെ വിജയമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോ വിന്നറായിട്ടുള്ള റിൻഷിക്ക് പ്രത്യേകം വേറെ ഒന്നും വാങ്ങിക്കൊടുക്കുന്നില്ല. ഫുഡിന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ പൈസ ഞാൻ എന്തായാലും പേ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി വരുന്ന അടുത്ത ചലഞ്ചിലൊക്കെ ആര്യ പങ്കെടുക്കാതെ. ഓക്കെ, അതിന്റെ എക്സ്പീരിയൻസ് ടൈം അപ്പ് ആയിട്ടുണ്ട് കേട്ടോ. റിൻഷി ഈസ് ദി വിന്നർ വിത്ത് 5 പീസസ്. 5 പീസ്. വാ മോളെ ലോസ 4 പീസ് കഴിച്ച്. പക്ഷേ നമ്മുടെ വിന്നറായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങൾക്ക് ഇതുപോലുള്ള ചലഞ്ചുകൾ ഉണ്ടാവും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.